കുഞ്ഞുനാളില് നമ്മൾ നോക്കി വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ടോയ് അല്ലെങ്കിൽ ട്രോഫിയോ മിനിറ്റുകളുടെ വ്യത്യാസത്തില് വേറെ ഏതെങ്കിലും കുട്ടികളെ സ്വന്തമാക്കിയാ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? എന്താ അതിന് പറയാ? ഒരുതരം നഷ്ടബോധം. അതിനേക്കാൾ വിലപിടിപ്പുള്ളൊരെണ്ണം നമുക്ക് പിന്നീട് കിട്ടിയേക്കാം. എന്നാലും അതായിരുന്നെങ്കിൽ പൊളിച്ചേനെന്നൊരു തോന്നലില്ലേ? ഒരു കുഞ്ഞ് അസൂയയോടെ നമ്മൾ അതേക്കുറിച്ച് വീണ്ടും പറഞ്ഞു ഓർത്തു ഇരിക്കും. അങ്ങനെ ഒരുതരം ഇഷ്ടം എനിക്ക് ഡോക്ടറോട്. അവനെ സ്വന്തമാക്കിയ പെണ്ണിനോട് ഒരുതരം മുടിഞ്ഞ അസൂയ. ഈശ്വര, ഇങ്ങനെ വെട്ടി തുറന്ന് പറയാൻ തനിക്കൊരു ഉളുപ്പം തോന്നുന്നില്ലേ? എന്തിന്? ഞാൻ എന്റെ മനസ്സ് കൃത്യമായി പറഞ്ഞു. ആ, ഹിമ വക്കീലിന് അധികം താമസിയാതെ ഒരു ഡിവോഴ്സ് കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സംശയിക്കേണ്ട, നമ്മുടെ സ്വന്തം പാർട്ടി തന്നെ. ഡോക്ടർ ജോബിനും മാളവികയും തമ്മിൽ വിവാഹമോചിതരാകുന്ന ദിവസം അത്ര വിദൂരമല്ല. ആ കാര്യത്തിൽ താൻ നിരാശപ്പെടുകയുള്ളൂ മോളെ. എന്തൊക്കെ പറഞ്ഞാലും ജോബിന് മാളവിക ഒഴിവാക്കാൻ പറ്റില്ല. അതിനയാളുടെ മമ്മി സമ്മതിക്കില്ല. സ്വന്തം മമ്മിയല്ല, സാക്ഷാൽ കർത്താവ് തമ്പുരാൻ വന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറാവാതെ മാളവികയെ വേണ്ടാന്ന് പറയുന്ന ജോബിനെ തനിക്ക് ഞാൻ കാണിച്ചു തരാം. ബെറ്റുണ്ടോ? ബെറ്റില്ല, എനിക്ക് കാണുകയും വേണ്ട. എന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും വക്കീലെ. കാരണം അങ്ങനൊരു കനലാണ് ഞാൻ ഇന്ന് ചെറുക്കന്റെ മനസ്സിൽ പാകിയത്. ഇനി അത് അവിടെ കിടന്നൊരു കാട്ടുതീ ആയിക്കോളും. നീ എന്ത് കൂടോത്ര ചെയ്തത്? ആണിന്റെ മനസ്സുമായി നടക്കുന്ന അപ്പുവും പേടമാൻ പെണ്ണായ മാണവും തമ്മിൽ വർഷങ്ങളായുള്ള സൗഹൃദം. അതിലൊരു അവിഹിതം മണക്കുന്നില്ല വക്കീലിന്. ഓർത്തു വെച്ചോ, കോടതിയിൽ അതൊരു നല്ല പോയിന്റ് ആയിരിക്കും. ഹോ, ഇത്രയ്ക്ക് ദുഷ്ടയാവാൻ പാടില്ല അലീന. കേട്ടിട്ട് എനിക്ക് പോലും വേണ്ട. ഞാനൊന്നും പറയുന്നില്ല. എനിക്കേ ഓഫീസിൽ ചെന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. ഞാൻ പോവാ. നീ പൊയ്ക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. അത് നല്ലതാ. ആ കായൽക്കാറ്റുകൊണ്ട് ആ മനസ്സൊന്ന് തണുക്കട്ടെ. BP അങ്ങനെ ഒരു കാര്യം ആലോചിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷേ ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ അപ്പു? കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ച സ്ഥിതിക്ക് നീ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ? പഠിത്തവും ട്രീറ്റ്മെന്റും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാലോ. അത് വേണ്ടമ്മേ. മനസ്സുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം, ആതിരയുടെ കാര്യം ആലോചിച്ച് ഇപ്പൊ നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷെ അപ്പു, ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കണം. ഒന്നാലോചിച്ചാ ഇതിലും വിഷമവും സമ്മർദ്ദവും ഒക്കെയുള്ള അവസരങ്ങൾ താണ്ടി വന്നതല്ലേ നീ? അന്നൊക്കെ അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് നീ ഇപ്പൊ എന്തെങ്കിലും തളർന്നു പോകുന്നേ? ആതിരയുടെ കാര്യം ഓർത്ത് നിന്നെ പോലെ തന്നെ എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അതോർത്തിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ആതിരയുടെ കാര്യം മാത്രമല്ല അമ്മേ, അല്ലാതെയും മനസ്സിൽ അലട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് എന്നോട് തുറന്നു പറയും. അമ്മയോട് ഞാൻ പറയാം, പക്ഷെ ഇപ്പോഴല്ല. ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് സെറ്റിലായിട്ട് അമ്മയോട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അമ്മയോട് മാത്രമേ ഉള്ളൂ എനിക്കിതൊക്കെ പറയാനും. BP ഇനി ഇതേപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കും തോന്നില്ല അപ്പോ. നിന്നെ മിസ് ചെയ്യാൻ അച്ഛനും വിഷമാവും. അതൊക്കെ ഞാൻ VP പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. VPയുടെ ആ ഫ്രണ്ട് വിചാരിച്ചാൽ എബ്രോഡിൽ നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അമ്മേ? മടങ്ങി വരുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ അപ്പോയിട്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് ശേഷം നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ലല്ലോ അപ്പൂ. ഈ അവസ്ഥയില് നിന്നെ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പറഞ്ഞയക്കാൻ എനിക്കും VPക്കും വിഷമമുണ്ട്. VP അന്നങ്ങനെ ആലോചിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ അത്തരം പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഇവിടെ ഉണ്ടാകണമെന്ന് അപ്പു എൻ്റെ ആഗ്രഹം. ഞാൻ മാത്രമല്ല, VP അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. നീ പറഞ്ഞതുപോലെ നിന്റെ ഈ മാറ്റം അടുത്തുനിന്ന് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അപ്പു. ഞാൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. എന്ന് വെച്ച് നിന്നെ നിരുത്സാഹപ്പെടുത്തുകയൊന്നുമല്ല. എന്താന്ന് വെച്ചാൽ ആലോചിച്ചൊരു ഡിസിഷൻ എടുത്താൽ മതി.
നീ മാളുവിനോട് പറഞ്ഞോ ഈ കാര്യം? ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? എന്ത് പറയാൻ, പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും വിഷമമുണ്ട്. പക്ഷേ എന്റെ നല്ലതിന് വേണ്ടിയാണല്ലോ എന്നോർത്ത് അവള് സമ്മതിച്ചു. അവളവിടെ ഹാപ്പി അല്ലേ? ജോബിനുമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, രണ്ടുപേരും ഹാപ്പിയാ. എന്തായാലും അവരുടെ പ്രശ്നത്തിന് രമ്യമായൊരു സൊല്യൂഷൻ ആയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിന്നെ മാത്രം മിസ് ചെയ്യുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ ആബ്സെൻസും ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഒന്ന് പോ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാരും എന്റെ അറിവിലില്ല. അത് അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അമ്മ. അമ്മയും കൂടി എനിക്ക് വേണ്ടി വീപ്പയോടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നീ വാ, ഓട്ടോ പിടിക്കണോ? വേണ്ടമ്മേ, കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. എത്രയായി? 20 രൂപ. ദാ വാം. വാ. നീ പിന്നെ നൈറ്റിലെ വരൂന്ന് പറഞ്ഞിട്ട് എന്താ നേരത്തെ പോന്നത്? നേരത്തെ ഇറങ്ങാൻ പറ്റും മമ്മി. എനിക്കിന്ന് വേറൊരാളുടെ ഡ്യൂട്ടി ആയിരുന്നു. സമയമായപ്പോൾ അയാൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അതാ നേരത്തെ പോകുന്നത്. മാളു തിരിച്ചെത്തിയോ മമ്മി? ആ, അവള് വന്നിട്ട് കുറെ നേരമായി, റൂമിലുണ്ട്. തിരിച്ച് അപ്പു ഇവിടെ വന്നിരുന്നോ? ഇല്ലില്ല, മാളു തനിച്ചാ വന്നത്. എന്താടാ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പോയിട്ട് കുറെ നേരം കഴിഞ്ഞാ വന്നതല്ലേ? ആ അതെ. നീ കാര്യം എന്താന്ന് പറ ജോബിൻ. ഏയ് ഒന്നുമില്ല മമ്മി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ത്രേസമ്മച്ചി എന്തേ? അമ്മച്ചി ഊണും കഴിഞ്ഞ് മയക്കത്തില്ല. മോളുമായി ഫോണിൽ വിളിച്ച് വഴക്കായിരുന്നു. ഞാൻ ഒരു വിധവാ ഊണൊക്കെ ഒന്ന് കഴിപ്പിച്ച് സമാധാനിപ്പിച്ചു കൊണ്ടുപോയി കിടത്തിയത്. ഞാനേ മാളുവിനെ ഒന്ന് കാണട്ടെ. എന്താ നേരത്തെ വരാൻ ലേറ്റ് ആവെന്ന് പറഞ്ഞിട്ട്? ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റി. സ്പെഷ്യൽ ഡ്യൂട്ടി ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസലായി. എന്താ, ഞാൻ നേരത്തെ വന്നതിൽ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ ബാഗിലായിരുന്നു. കോൾ വന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഫോൺ എങ്ങനെയോ സൈലന്റ് മോഡിലായിപ്പോയി. തിരിച്ചിവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അല്ല, ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഡോക്ടർ എടുത്തില്ലല്ലോ. ഞാനപ്പോ ഡ്യൂട്ടിയിലായിരുന്നു. അല്ല, അപ്പോ എന്തിനാ വന്നേ? അപ്പൊ വെറുതെ വന്നതാ. വെറുതെ വന്നതോ? എന്തിനാ വെറുതെ വരുന്നത്? ഇതെന്താ ത്രേസി അമ്മച്ചി ചോദിക്കും പോലെ? അപ്പൂന് ഇവിടെ വരാൻ പ്രത്യേകിച്ച് റീസൺ വല്ലതും വേണോ? എന്നിട്ട് നിങ്ങൾ എവിടെയാ പോയത്? ഞങ്ങള് വെറുതെ പുറത്തു പോയി കുറച്ചു നേരം പാർക്കിൽ പോയിരുന്നു. പിന്നെ മോളിൽ കയറി ഭക്ഷണം കഴിച്ചു, തിരിച്ചു പോന്നു. വെറുതെ ഒരു ഔട്ടിങ് അത്ര ഉണ്ടായിരുന്നുള്ളോ? അല്ലാതെ പിന്നെ? അല്ലാതെ അപ്പോ ഒന്നും പറഞ്ഞില്ല? ഇതെന്താ ഒരുമാതിരി പോലീസ് മുറ? ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? സാധാരണ അപ്പോ വന്ന എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഇന്ന് സംഭവിച്ചുള്ളൂ. എന്താ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചേ? ഒന്നുമില്ല, എനിക്കൊരു ചായ വേണം. നല്ല തലവേദന. ഞാനിപ്പോ കൊണ്ടുവരാം. മമ്മിയോട് പറഞ്ഞാൽ മതി. നോക്കപ്പൂ, BP എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെ ഇവിടുന്ന് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുന്നത് നല്ലതെന്ന് തോന്നി. പക്ഷെ അന്ന് അതിന് നീ വില്ലിങ് ആയില്ല. ഇപ്പോ അതിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി. നീ ഇവിടെ സേഫാ. BP പറയുന്നത് പോലെ ഞങ്ങളോടൊപ്പം നിന്ന് നിനക്ക് നിന്റെ സ്റ്റഡീസും ട്രീറ്റ്മെന്റും സേഫായിട്ട് കണ്ടിന്യൂയും ചെയ്യാം. പിന്നെന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്തൊരു മാറി നിൽക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഒക്കെ ഞാൻ സമ്മതിക്കുന്നു അമ്മേ. നിങ്ങളുടെ കൂടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ
ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നതാ സത്യം. BP ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ പലതും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. നോക്കപ്പൂ, ആതിരയുടെ നഷ്ടത്തിൽ നന്ദൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും എന്ന് കരുതി ആ വേദനകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും കരകയറാൻ നന്ദൻ ശ്രമിക്കാതിരിക്കുന്നില്ലല്ലോ. അതുപോലെ വേണം നീയും. ആതിരയുടെ കാര്യം മാത്രമല്ല അമ്മേ, അല്ലാതെയും ചില കാര്യങ്ങളിൽ ഞാൻ വല്ലാതെ വരീഡാണ്. അതൊക്കെ ഞാൻ അമ്മയുടെ എപ്പോഴെങ്കിലും പറയാം. അല്ല, ഇനി എന്തോ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെന്ന് നീ VPയോട് പറഞ്ഞു. അതെന്താ? അത് ചെറിയൊരു ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രമാത്രം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അമ്മ പറഞ്ഞ പോലെ നന്ദൻ സാറിന് ഒരു സാധാരണ ജീവിതം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതിന് ആതിരയുടെ സങ്കടങ്ങളിൽ നിന്ന് കരകയറേണ്ടതുണ്ട്. അതിന് നന്ദൻ സാറിന് ആവശ്യം ഒരു കൂട്ടാണ്. നിലച്ചേച്ചിയുമായുള്ള വിവാഹം കൂടി നടന്നു കണ്ടിട്ട് ഇവിടെ നിന്ന് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ നന്ദൻ സാർ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും എന്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പു. അപ്പൊ എന്തുകൊണ്ട് നീ സ്വയം അതിന് ശ്രമിക്കുന്നില്ല? ഞാനതിന് ശ്രമിക്കുന്നുണ്ടമ്മേ. അതുകൊണ്ടാ ഇങ്ങനൊരു ഓപ്ഷൻ VP പറഞ്ഞപ്പോ ഞാൻ അതിന് സമ്മതം അറിയിച്ചത്. നിങ്ങൾ വിഷമിക്കണ്ട. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരില്ലേ, പിന്നെന്താ പ്രശ്നം? അതുവരെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഞാൻ കാരണം കുറെ നാള് രണ്ടുപേരും സങ്കടപ്പെട്ടതല്ലേ, അതൊക്കെ മറന്ന് പഴയ VPയും ഗീതയുമായി നല്ല കുട്ടികളായിട്ട് കഴിയും. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹണിമൂണിനെ കുറിച്ച് ആലോചിക്കാം. ഞാൻ ഹയർ സ്റ്റഡീസിന് അബ്രോഡിന് പോയതായി കരുതിയാൽ മതി. അല്ലെങ്കിലും ഞാൻ അതിന് തന്നെയാണല്ലോ പോകുന്നത്. കൂട്ടത്തിൽ ഒരു പുതിയ അപ്പോയി തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഞാൻ ഡോക്ടർ അരവിന്ദനെ വിളിച്ചിരുന്നു. ഈ ആഴ്ച തന്നെ നീയായിട്ട് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടെ എടുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഡോക്ടറെ കാണാനൊക്കെ ഞാൻ വരാം. പക്ഷേ എന്റെ തീരുമാനം മാറ്റാൻ മാത്രം ആരും പറയരുത്. എന്നെ സന്തോഷത്തോടെ രണ്ടുപേരും യാത്രയാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല കാര്യത്തിനാണ് ഈ യാത്രയെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഗീത, അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ. ഇനി അത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൂന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക, അതേ ഉള്ളൂ വഴി. ഹലോ. ഹലോ മാളു, നീ എവിടെയാ? വീട്ടിലാണോ? അതെ, എന്താ വിളിച്ചേ? ഏയ് ഒന്നുമില്ല, വെറുതെ. വെറുതെയോ? എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഈ സമയത്ത് നീ എങ്ങനെ വെറുതെ വിളിക്കില്ലെന്ന് എനിക്കറിയാം. ഒന്നുമില്ല മാഡം, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു നല്ല ദിവസം ജീവിതത്തിലുണ്ടായി. അതിന്റെ ഒരു സന്തോഷം. അതാ നിന്നെ വീണ്ടും വിളിക്കണം തോന്നി. ഇന്നെന്താ പ്രത്യേകിച്ചൊരു സന്തോഷം? ഏയ് ഒന്നുമില്ല, ഇന്ന് നിന്നെ വന്ന് കാണാൻ പറ്റി. നമ്മൾ ഒന്നിച്ച് പഴയതുപോലെ പുറത്തുപോയി കുറെ നേരം സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. തിരിച്ചു വീട്ടിൽ വന്നപ്പോ VPയും അമ്മയായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റി. എന്റെ ഈ തീരുമാനത്തിൽ എല്ലാവരും ഹാപ്പിയാ, ഞാനും. അത്ര ഹാപ്പി അല്ലാത്ത ചിലരുണ്ടെന്ന് കൂട്ടിക്കോ. അതാരാ? അതാരാന്ന് നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഓ, നിന്റെ കാര്യം സാരില്ല. അത് നിനക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് തോന്നാം. ഒന്നുമല്ല അപ്പോ, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. അത് സാരമില്ല. ഞാൻ പോയി കുറച്ചു കഴിഞ്ഞാ പിന്നെ നീ എന്റെ ആബ്സെൻസ് ആയിട്ട് പൊരുത്തപ്പെട്ടോളും. പിന്നെ ഡോക്ടറും ആന്റിയൊക്കെ ആയി നീ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഒരു അമ്മയായിട്ടുണ്ടാവും. ഞാൻ അമ്മയാകുന്നതും നിന്നെ മിസ് ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ ഡോക്ടർ എത്തിയോ?
എത്തി. എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. ഞാൻ പോവാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞോ? ഇല്ല, ഇനി വേണം പറയാൻ. പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടണം. ഡോക്ടറോട് അന്ന് വേറെ പരിപാടിയൊന്നും വെക്കരുതെന്ന് പറയണം. പറയാം. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ ഇതിനു വേണ്ടി സംസാരിക്കാൻ? കണ്ട് ചങ്ങാത്തം പുതുക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. വീട്ടിൽ ചെന്നാലും മറ്റുള്ളവർക്ക് സ്വൈരം തരില്ലെന്നാണോ? എന്താ മാളു, ഡോക്ടർ ആരോടെ ചൂടാവുന്നേ? ഒന്നുമില്ല അപ്പോ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഡോക്ടർ, എന്താ ഇങ്ങനെ? ഞാൻ അപ്പനോട് സംസാരിച്ചേ. അതെ, അത് മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞത്. എന്താ ഇതിനു വേണ്ടി സംസാരിക്കാൻ? കുറച്ചു മുമ്പ് കണ്ടു പിരിഞ്ഞവര് മണിക്കൂറുകളോളം ഫോണിൽ വീണ്ടും സംസാരിക്കാൻ എന്ത് കാര്യമുള്ളത്? ദിസ് ഇസ് ടു മച്ച്. ഇതൊന്നും ഇവിടെ പറ്റില്ല. എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ഡോക്ടറുടെ പ്രശ്നമെന്ന് എനിക്കിനി മനസ്സിലായിട്ടില്ല. എനിക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവർ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. സോറി, എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതായി എനിക്കറിയില്ല. മനസ്സിലുള്ളത് കുറെ കൂടി വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. സ്വന്തം കുടുംബത്തിലുള്ളവരെക്കാൾ പ്രാധാന്യവും പരിഗണനയും താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എനിക്കിഷ്ടമല്ല. എനിക്കെന്നല്ല, ഒരുവിധം ആർക്കും അത് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിളിച്ചത് അപ്പൂനെയാ. അപ്പു അല്ല, ആരായാലും എനിക്കത് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അപ്പുവിന് മാത്രമായിട്ട് എന്താ എത്ര പ്രത്യേകത? കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പ്, അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറമുള്ള റിലേഷൻ ഒന്നും നിങ്ങൾ തമ്മിലില്ലല്ലോ. സോറി, ഡോക്ടർ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കും പോലെ എനിക്ക് തോന്നുന്നത്. തനിക്ക് എങ്ങനെ തോന്നിയാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ താനൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പു ഇവിടെ വന്നു, നിങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, അവിടം വരെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടെ പുറത്തുപോയി. എവിടെ പോയി, എന്തിനു പോയി? അക്കാര്യമൊന്നും ഞാൻ അറിയണ്ടേ? അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ പോലും താൻ കാട്ടിയില്ല. അത് പോട്ടെ, പോയി എല്ലായിടും ചുറ്റിയടിച്ച ശേഷം രണ്ടുപേരും പിരിഞ്ഞു. മണിക്കൂറുകളോളം ഒരുമിച്ചുണ്ടായിരുന്നിട്ടും സംസാരിച്ച് തീരാത്ത എന്ത് കാര്യമാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഫോണിൽ സംസാരിക്കാനുള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനും അപ്പുമായിട്ട് പുറത്തു പോകുന്നതും തിരിച്ചു വന്ന് ഫോണിൽ സംസാരിക്കുന്നതൊന്നും ആദ്യമായിട്ടല്ല. പിന്നെ ഇതുവരെ ഇല്ലാത്ത എന്ത് കാരണ ഡോക്ടറെ ഇപ്പൊ വല്ലാതെ പ്രൊവോക്ക് ചെയ്തത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതുവരെയുള്ള ജീവിതം പോലെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. എന്നുവെച്ചാ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതുവരെ ജീവിച്ച ജീവിതം അല്ലാന്ന് പറയുമ്പോ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് ഡോക്ടർ കൊണ്ടുവരാൻ പോകുന്നത്? പറയണം ഡോക്ടർ, ഞാനൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. തനിക്ക് വേണ്ടി എന്റെ എല്ലാ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഞാൻ ഒഴിവായല്ലോ. അപ്പൊ സ്വാഭാവികമായും തിരിച്ച് തന്നിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. ഇപ്പോഴാ എല്ലാം എനിക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയത്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ, അലീനയുമായുള്ള സൗഹൃദം ഡോക്ടർ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാണെന്ന്. അതുപോലെ ഞാനും അപ്പുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഡോക്ടറിന് വേണ്ടി ഞാനും ഉപേക്ഷിക്കണം. അതല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അല്ലേ ഡോക്ടർ? യെസ്, ഞാൻ പറഞ്ഞത് അലീനയ്ക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പൊ റോൾ ഇല്ലാത്തതുപോലെ. മനസ്സിലായി. നമ്മുടെ ലൈഫിൽ അപ്പുവിനും ഇനി അങ്ങോട്ട് റോൾ ഉണ്ടാവാൻ പാടില്ലെന്ന് അതല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? യെസ്, എക്സാക്ട്ലി. സോറി ഡോക്ടർ, അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അലീന അല്ല അപ്പു എന്നുള്ളത് തന്നെ കാരണം. എന്ന് വെച്ചാ അലീന എന്ന സ്ത്രീ ഒപ്പം ജോലി ചെയ്യുന്ന ജോബിൻ എന്ന ഡോക്ടറെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും സഹായം സ്വീകരിച്ചതിനൊക്കെ മാസങ്ങളുടെ പഴക്കേ ആയിട്ടുള്ളൂ. അതുപോലെയല്ല മാളും അപ്പും തമ്മിലുള്ള ബന്ധം. അത് ജനിച്ച അന്നു മുതൽ തുടങ്ങിയതാ. സ്വന്തം അച്ഛനമ്മമാര് വിലക്കിയിട്ടും മാളുവിനും അപ്പുവിനും കാണാതിരിക്കാനോ കണ്ടാൽ മിണ്ടാതിരിക്കാനോ പറ്റിയില്ല. ആ കഥകളൊക്കെ ഡോക്ടർക്കും അറിയാവുന്നതാണല്ലോ. അതെ, അറിഞ്ഞ കഥകളെക്കാൾ കൂടുതലാണ് അറിയാതെ പോയ കഥകളെന്ന് എനിക്ക് മനസ്സിലായി.